അമ്മച്ചി മിണ്ടൂല്ലേ? ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി. അയ്യാ, രാസകുമാരിയുടെ സയനം കണ്ടേ. എണീക്കട്ടെ. ദൈവം ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? തമ്പ്രാൻ എവിടെ? പൊട്ടി നിന്നോടാ ചോദിച്ചാ തമ്പ്രാൻ ചേട്ടൻ എവിടെ? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കയറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കള്ളു കുടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവമേ, അങ്ങേരെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നും. ദൈവത്തിനാണ് തമ്പ്രാൻ ചേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വയ്ക്കും ഞാൻ. അങ്ങനെ കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ടിറങ്ങി തല കുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചേ. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ആട്ടക്കാരി, കഴിഞ്ഞാട്ടക്കാരി. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പൊളിച്ച തെറി വിളിച്ചു പറയും. കഴിയുന്ന എന്റെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സ് പഠിപ്പിക്കാണ്ടി കോമരം. ഇയാളോട് സംസാരിച്ചാൽ ശരിയാവൂല. ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും. അതുവരെ മിണ്ടി അതിന്റെ വായിക്കാതെ കൂത്ത് കയറി തരും. എന്റെ അമ്മയുടെ കാട്ടിനകത്ത് കയറ്റിയിരിക്കും. വല്ല കാര്യമുണ്ടോ കാട്ടിനകത്തൂടെ കയറി ഓടിയിട്ട്? കുറെ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്. ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധം വേണം.